ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ ഏറ്റവും അവസാനത്തെ വീക്കിലി ടാസ്ക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഹൗസിൽ പലയിടത്തായിട്ട് കുറേ സ്ക്രാച്ച് കാർഡ് വെച്ചിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചു കൊടുക്കുന്നത് അനുമോൾ തന്നെയാണ്. അപ്പോൾ സ്ക്രാച്ച് കാർഡ് കണ്ടുപിടിച്ച് നേടിയെടുക്കുന്നവർക്കാണ് പോയിൻ്റ്. നിലവിലിപ്പോൾ ആര്യനും അനീഷും ഒക്കെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടാസ്കിലൂടെ അവർ മുന്നിലാകുമോ പിന്നിലാകുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം. ആ കാർഡിൽ എത്ര പോയിൻ്റ് ആണെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പം കാർഡ് തപ്പാൻ വേണ്ടിയിട്ട് ഹൗസിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓരോന്നും തപ്പി നോക്കുന്നുണ്ട്. കിച്ചണിലും ബെഡിലും സോഫയിലും എല്ലായിടവും സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും തപ്പിയെടുത്ത് നൂറ ഒരു കാർഡ് കാണിക്കുമ്പോഴത്തേക്കും അനീഷ് ഞെട്ടി നോക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനർത്ഥം നൂറയ്ക്ക് കിട്ടിയത് ഏറ്റവും വലിയ പോയിൻറ്റും കാർഡാണെന്ന് തോന്നുന്നു. ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്കിൽ തകർപ്പൻ പെർഫോമൻസ് ആണ് ആര്യൻ കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല അനീഷും അനുമോളും. ഇന്നലത്തെ ടാസ്കിലാണെങ്കിൽ ആദിൽ അക്ബറിൻ്റെ 10 പാവകൾ മോഷ്ടിച്ചെടുത്തിരുന്നുവല്ലോ. എങ്കിലും ആദിലയ്ക്ക് ഒരു പേടിയുണ്ട്. അത് നൂറയായിട്ട് ഷെയർ ചെയ്യുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. ആ വീഡിയോ കാണിച്ചു കൊടുക്കുമോ? അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അക്ബർ ഇനി ആദിലയ്ക്കെതിരെ ഗെയിം കളിക്കുമെന്നുള്ള പേടിയൊക്കെ അവളെ അലട്ടുന്നുണ്ട്. അക്ബറിൻ്റെ പാവകൾ ആരാണ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ലാലേട്ടൻ വീക്കിലി എപ്പിസോഡിൽ പറയും. എങ്കിലും അത് തെറ്റില്ല. ഈ ആഴ്ചത്തെ ഗെയിം ചേഞ്ചറാണ് ആദില. മറ്റുള്ളവരുടെ പാവകൾ മോഷ്ടിക്കാൻ പാടില്ല എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. എങ്കിലും അവളുടെ പേടിയാണ് അവൾ പറയുന്നത്.